കാരണം എൻ്റെ മകൻ്റെ ഒരു നിർബന്ധം. അവൻ പറഞ്ഞു, അച്ഛൻ ഒരിക്കലും ഈ യാത്രയ്ക്ക് പോവരുത് എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം ഒരു ദിവസം മുമ്പ് ഞാൻ യാത്ര ഉപേക്ഷിക്കാനുണ്ടായത്. മല ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അങ്ങ് പോവും, മലനിരകളിലേക്ക് പോവും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 800 പേരെ കാണാതായി എന്നുള്ളതാണ് അനൗദ്യോഗികമായ കണക്കുകൾ വരുന്നത്. 100-ലധികം പേർ മരിച്ചതായും കണക്കുകളുണ്ട്. 36 പേരാണ് നിലവിൽ മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായ സർക്കാരിൻ്റെ വിവരം. ഇത് ഇനി കണക്ക് കൂടാം എന്നുള്ളൊരു സാഹചര്യവുമുണ്ട്. നിലവിൽ നമ്മളുടെ കൂടെ ചേരുന്നത് ആർക്കിടെക്റ്റായ ജി ശങ്കറാണ്. ഇദ്ദേഹം ഈ യാത്രയിൽ പോകാനിരുന്നതാണ്, പക്ഷേ യാത്ര മുടങ്ങി. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ യാത്രയിൽ മുടങ്ങിയത്? ഈ യാത്ര മുടങ്ങി എനിക്ക് ഹിമാലയം നടന്ന് കാണണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അദമ്യമായൊരു മോഹമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണങ്ങളൊന്ന്, ഞാൻ ഹിമാലയത്തിലെ മുഴുവൻ കൊടുമുടികളും ആകാശമാർഗം വിമാനമാർഗം ഒരു പ്രത്യേക രീതിയിൽ കണ്ടിട്ടുണ്ട്. 27 കൊടുമുടികൾ അടുത്ത് കണ്ടിട്ടുണ്ട്. അതിന് മുകളിൽ കൂടെ, ആകാശത്തിൽ കൂടെ. ഹിമാലയം എപ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു വലിയ ഒരു ഹേളിക മാത്രമല്ല, ഒരു വലിയ സാന്ത്വനവും കൂടെയാണ്. ഞാൻ ഈ നേപ്പാളിൽ ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നേപ്പാളിൻ്റെ പുനരധിവാസവും പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ അംഗമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം നേപ്പാളിനെ പറ്റിയുള്ള ഘടന എനിക്ക് കൃത്യമായിട്ട് അറിയാം. നേപ്പാൾ, കാഠ്മണ്ഡു, പൊക്കാരൻ തുടങ്ങിയ അതിൻ്റെ ആ സമീപ പ്രദേശങ്ങളിലൊക്കെ അന്ന് ഭൂകമ്പത്തിൽ തകർന്നുപോയ നേപ്പാളിനെ പറ്റിയൊക്കെയുള്ള കൃത്യമായ ബോധ്യങ്ങളുണ്ട്. ഇത് അതല്ലായിരുന്നു. ഇത് നേപ്പാൾ വഴി, ടിബറ്റ് വഴി ചൈനയിലേക്കുള്ളൊരു യാത്രയാണ്. സത്യം പറഞ്ഞാൽ ചൈനയിൽ കൂടെയാണ് നമ്മൾ കയറുന്നത്. പിന്നെ ഈ കൈലാസ പർവ്വതത്തിൻ്റെ പരിക്രമമാണ്. ആ മനസ്സിൽ മാത്രമേ മാനസരോവർ കണ്ടിട്ടുള്ളൂ. അപ്പം മാനസരോവർ കാണണം, അത് മുങ്ങി നിവരണം. ഹിമാലയത്തിൻ്റെ ഈ പർവ്വതത്തിൻ്റെ ഏറ്റവും വലിയ 4 വശവും 4 മുഖങ്ങളാണ്. ആ മുഖങ്ങൾ കണ്ട് അനുഭവിച്ച് പരിക്രമം തീർത്ത് 54 കിലോമീറ്റർ നടക്കണം. അതിനുവേണ്ടിയുള്ള മുഴുവൻ ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ 3 മാസം പ്രയത്നിക്കുകയാണ്. ജിമ്മിലൊക്കെ പോയിട്ട് ബസ്സിൽ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഈ കയറ്റം കയറാനായിട്ടുള്ള, ഷോപ്പിൽ കയറ്റം കയറാനായിട്ടുള്ള അങ്ങനത്തെ എല്ലാ കാർഡിയാക് മെഷീൻസൊക്കെ വെച്ചിട്ട് ശാരീരികമായിട്ട് ഞാൻ തയ്യാറെടുക്കുന്നു. മാനസികമായിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് അതിൻ്റെ ഒരു കരുത്തിന് വേണ്ടി. കാരണം കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് രോഗാവസ്ഥയ്ക്ക് കടന്നുപോയി. അപ്പം അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നതിൽ ഈ ശ്വാസം കുറയും, മുകളിൽ ഓക്സിജൻ കുറയും, ഓക്സിജൻ അളവ് കുറയും. അങ്ങനെ ചില ദൗർബല്യങ്ങൾ ചിലപ്പോൾ വരും. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ യാത്ര അവസാന നിമിഷം എല്ലാ ചൈന വിസ എടുത്തു, ടിബറ്റിൻ്റെ പെർമിറ്റ് എടുത്തു, എൻ്റെ മെഡിക്കൽ ക്ഷമതയെല്ലാം പരിശോധിച്ചു, എല്ലാ യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തു. എല്ലാ പരിശോധനയും കഴിഞ്ഞിട്ടും ഇത് പറ്റി. അങ്ങനെ അത് പറ്റിയത് കാരണം എൻ്റെ മകൻ്റെ ഒരു നിർബന്ധം. അവൻ പറഞ്ഞു, അച്ഛൻ ഒരിക്കലും ഈ യാത്രയ്ക്ക് പോവരുത് എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം ഒരു ദിവസം മുമ്പ് ഞാൻ യാത്ര ഉപേക്ഷിക്കാനുണ്ടായത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പം എനിക്ക് ആശ്വാസമില്ല കേട്ടോ. ആശ്വാസമുണ്ടെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസമുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു ആശങ്കയുണ്ട്. കാരണം ഹിമാലയ മലനിരകളിലെ പതിയിരിക്കുന്ന അപകടത്തെപ്പറ്റി വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാത്ത ഈ ആൾക്കാരുടെ എണ്ണമൊന്നും ശരിയല്ല. മലയാളികളുടെ എണ്ണം പോലും ശരിയല്ല. ഒരുപക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത്, കാരണം മലയാളി സംഘം, വലിയൊരു സംഘം പോകാൻ ഇടയായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ഈഷ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഒരുപക്ഷെ അതിനകത്ത് തീർച്ചയായിട്ടും മലയാളികളാണ്. വിദേശി ഞങ്ങളുടെ ഗ്രൂപ്പിൽ, മോഹൻജി ഫൗണ്ടേഷൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ 145 പേരുടെ 2ാമത്തെ ഗ്രൂപ്പിലാണ് ഞാൻ പോകേണ്ടിയിരുന്നത്. അത് 25-ാം തീയതി, അതായത് മിനിഞ്ഞാന്ന് 25-ാം തീയതി ഞാൻ റസ്വഗദ്രി എന്ന് പറഞ്ഞ സ്ഥലം കടക്കേണ്ടതാണ്. ക്യൂറിങ് എന്ന് പറഞ്ഞിട്ട് ടിബറ്റൻ അതിർത്തിയിലാണ് കടന്ന് ഞാൻ 26-ാം തീയതി ഇന്നലെ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പ് സാഗ എന്നൊരു സ്ഥലത്തെത്തി. ആ സമയത്താണ് തലേദിവസം കടന്നുപോയ വഴികളിൽ ഈ അശ്നിപാതം ഉണ്ടായത്. അശ്നിപാതം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ വ്യാപ്തിയെപ്പറ്റി എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. തീരം തകർത്തൊഴുകാൻ കൊതിക്കുന്ന രീതിയിലുള്ള കോസി നദിയുടെ താണ്ഡവമാണ് നമ്മൾ കണ്ടു. പക്ഷേ ഇത് വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു. നമ്മുടെ എല്ലാ ദുരന്തങ്ങളും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയൊക്കെ കാലത്ത് തീർച്ചയായിട്ടും മലയിടിച്ചിലും മഞ്ഞിടിച്ചിലും എന്നൊക്കെ പറയുന്നത് ഇന്ന് പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു അവിടെ ഒരു സീസ്മിക് ആക്ടിവിറ്റി, അതായത് ഭൂകമ്പത്തിൻ്റെ പ്രഭവകേന്ദ്രമായിരുന്നെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും വലിയ സങ്കടമുണ്ട്, ഞെട്ടലുണ്ട്, സങ്കടമുണ്ട്. ഈ പണ്ട് പ്രോത്തിമ ബേഡി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ നർത്തകിയായ പ്രോത്തിമ ബേഡി വലിയൊരു സംഘം, അവർ ഇതുവരെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പോയവരുടെ എനിക്ക് കാണാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമേൽ വലിയൊരു അശ്നിപാതമാണ് ഉണ്ടായിരിക്കുന്നത്. മല ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അങ്ങ് പോവും, മലനിരകളിലേക്ക് പോവും.
പക്ഷേ മലയാളികൾക്ക് നമുക്ക് ദേശീയ ഇതല്ല, മലയാളികൾക്കൊന്നും ആരോഗ്യവും ആയുസ്സുമായിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ്. താങ്കളിപ്പോൾ ഏത് സംഘത്തിൻ്റെ കൂടെയാണ് പോകാനിരുന്നത്? ഞാൻ മോഹൻജി ഫൗണ്ടേഷൻ അവർക്ക് വേണ്ടി കുറേ കെട്ടിടങ്ങൾ ചെയ്തത് മഹാരാഷ്ട്രയിലും ബാക്കി പല സ്ഥലങ്ങളിലും ഉത്തരാഖണ്ഡിലൊക്കെ ചില കെട്ടിടങ്ങൾ ചെയ്യുന്നുണ്ട്, അത് സ്പിരിച്വലായിട്ട്. അദ്ദേഹത്തിൻ്റെ മോഹൻജി പറയുന്നൊരു ഹിമാലയ ദർശനമുണ്ട്. ഞാൻ ഹിമാലയ ദർശനം ആദ്യം KN രാമേന്ദ്രൻ്റെ പുസ്തകങ്ങൾ കൂടിയും വിഷ്ണുനാഥൻ്റെ പുസ്തകങ്ങൾ കൂടി ഹിമാലയത്തിൻ്റെ ഇതുണ്ട്. ഹിമാലയം എന്നെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു വലിയൊരു ബിംബമാണ്. ഇത് കൈലാസ പർവ്വതത്തിൻ്റെ 4 ഛായയുണ്ട്. ഈ 4 ഛായയും വ്യത്യസ്തമാണ്. അതാണ് സൂര്യൻ ഉദിക്കുമ്പോൾ കാണുന്ന മലകൾ എപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പർവ്വതങ്ങളും. അത്തരം ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മൾ സ്വയം കണ്ടെത്തുവാനായിട്ടുള്ള യാത്രയുടെ നവീകരിക്കാനും, നമ്മുടെ യാത്രകൾ എപ്പോഴും നവീകരിക്കുന്ന അനുഭവങ്ങളാണ്. നവീകരിക്കാനും സ്വയം കണ്ടെത്താനായിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് മോഹൻജി ഫൗണ്ടേഷൻ്റെ കൂടെ ചേർന്നത്. അദ്ദേഹം എനിക്ക് കൃത്യമായിട്ടുള്ള അവരുടെ കൃത്യം തയ്യാറെടുപ്പാണ്. ഇത് ഒന്നല്ല, 3 മാസത്തെ കഠിനമായിട്ടുള്ള തയ്യാറെടുപ്പുണ്ട്. ഞങ്ങൾ ലോകത്തിന് പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും കാണുക എന്ന് വെച്ചാൽ ഓൺലൈൻ കാണുകയും നമ്മൾ പരസ്പരം ആശയങ്ങൾ കൈമാറുകയും ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളും തീർത്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര അവസാനിക്കത്തില്ല. അടുത്ത തവണ ഹിമാലയത്തിൽ പോകണം തന്നെയാണ് ഞാനിപ്പോൾ മനസ്സിൽ കരുതിയിരിക്കുന്നത്. ഈ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു ശരിക്കും? ഈ സംഘത്തിൽ 300ഓളം ആൾക്കാരുണ്ട്. 2 സംഘമായിട്ടാണ്. 300 എവിടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘമാണ്? അത് ലോകം മുഴുവൻ 10, 26, 30 രാജ്യങ്ങളിലധികം വേരുകളുള്ള ഒരു സംഘടന മോഹൻജി ഫൗണ്ടേഷൻ. അവർ ഈ മലയാളിയാണ്. ഈ മോഹൻജി എന്ന് പറയുന്നത് അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംഘത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ എല്ലാവരും വരുന്നതാണ്, മലയാളികളുമുണ്ട്. ഈ സംഘം 2ആയിട്ട് വിഭജിച്ചു. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് 145 പേരുടെ 140-ലധികം ആൾക്കാരുടെ സംഘം അവർ ഇതെല്ലാം കഴിഞ്ഞ് പരിക്രമം ചെയ്തു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവർ കടന്നു. അവർ 1 ദിവസം 2 ദിവസം നേരത്തെ കടന്നു പോയതാണ്. അവർ 2 ദിവസം നേരത്തെയാണ് അവർ നിൽക്കുന്നത്. ഞങ്ങളുടെ സംഘം, അതും 140 പേരുള്ള സംഘം, ഞങ്ങളുടെ 2ാമത്തെ ഇതിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, സാഗ എന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പം അവർ യാത്ര തുടരുന്നു എന്നാണ് അറിഞ്ഞത്. മാനസരോവറിലെത്തും. മാനസരോവറിൽ നേരെ പരിക്രമം ദർശന സ്ഥലം പോയിട്ട് പരിക്രമം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരും. അപ്പോഴത്തേക്ക് ഒരു പക്ഷേ സ്ഥിതിഗതികൾ വളരെ മെച്ചപ്പെടുകയും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ 140-ൽ എത്ര മലയാളികൾ ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യം കണക്കില്ല. പക്ഷേ മലയാളികളുണ്ട്. ഒരു കുറച്ച് ആൾക്കാരുണ്ട്. 10-ലധികം ആൾക്കാരെങ്കിലും ഈ മലയാളികൾ തന്നെയാണ്. മലയാളികൾ തന്നെ 10-ലധികം ആൾക്കാരുണ്ട്. പക്ഷെ അവർ സേഫാണ്. അവർ ആരോഗ്യമായിട്ട് സേഫായിട്ട് ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. സേഫായിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിലൊക്കെ അവരുടെ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അവർ സേഫാണ്, ഇപ്പം സേഫാണ്, ആരും പോയിട്ടില്ല. പക്ഷെ മറ്റ് ഇതൊരു തീർത്ഥാടന സമയമാണ്. ഇത് പ്രത്യേകിച്ച് ഈ വർഷം ഒട്ടധികം ആൾക്കാർ അവർ പരിമിതമായിട്ട് അവിടെ കൊടുക്കുള്ളെങ്കിലും ഈ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരേ സമയം കടന്നു പോകുന്ന ഒരു സ്ഥലവുമാണ്. നിശ്ചിത നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഒരുപാട് ഇതുണ്ട്. ഞങ്ങൾ തന്നെ 3 മാസം മുമ്പൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇത് യാത്ര തരപ്പെട്ടത്. ഈ ഈശാ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടും ഈ മലയാളികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവരുടെ സ്ഥിതി അല്ലെങ്കിൽ അവരെക്കുറിച്ച് വല്ല അറിവ് ലഭിച്ചിട്ടുണ്ടോ? ഈശാ ഫൗണ്ടേഷൻ നമുക്കെല്ലാവരും അറിയാവുന്ന പോലെ നല്ല ഗാഢമായ വേരുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഗാഢമായ വേരുകൾ. അത് ആഗോള പ്രസ്ഥാനമാണെങ്കിലും ഗാഢമായിക്കൊണ്ട് കേരളം തൊട്ടടുത്ത സ്ഥലത്തല്ലേ കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈശാ ഫൗണ്ടേഷൻ മലയാളികൾ കാണുന്നത് തന്നെയാണ് എൻ്റെ ഒരു ആ സംഘത്തിൽ ചെയ്തതിൽ മലയാളികളുണ്ട്, അതിന് ഞാൻ സംശയമില്ല. പക്ഷേ അപകടം അവർ ഈശാ ഫൗണ്ടേഷൻ്റെ ഒരു കമ്മ്യൂണിക്കെ വായിച്ചപ്പോഴത്തേക്ക് അതിൽ 77 പേരെ കാണാതായി എന്നൊക്കെ പറയുന്നുണ്ട്. 77 പേര്. ഈ കാണാതായി എന്ന് പറയുന്ന 77 പേര് ഇതിനകത്ത് മലയാളികൾ സാന്നിധ്യം കാണും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കൂട്ടം തെറ്റിപ്പോവില്ല. നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്, എപ്പോഴും ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. മലയാളികളെ കാണാതിരിക്കില്ല എന്നാണ്. കുറച്ച് പേരെങ്കിലും കാണും. അതുതന്നെയാണ് ഈ വലിയൊരു ആശങ്കയും അതുപോലെ തന്നെ ആശ്വാസം ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഇപ്പോഴും സുരക്ഷിതരാണ്, ഈ സംഘത്തിൽപ്പെട്ടവർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഈ ജി ശങ്കർ പറയുന്നത്. ക്യാമറ പേഴ്സൺ രാജീവിനൊപ്പം ഉസ്മാൻ ഹുസൈൻ, മീഡിയ 1, തിരുവനന്തപുരം.